തമിഴ്നാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടല്ലോ, പോകാൻ തോന്നിയില്ല. വളി വിടുங்க. ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, അതേപോലെ ഉണ്ട് കണ്ടു. Good morning guys, it's Kukinamand here. Welcome to another video. Welcome to another brand new video. സമയം എത്രയായി? സമയം 8 മണി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. നമ്മൾ ചില്ലറ കളികളൊന്നും അല്ല, വലിയ ഇൻഡസ്ട്രിയേറ്റ് കളികളെ കളിക്കത്തുള്ളൂ. സോ യെസ്, തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരുകാർക്ക് വലിയ ദൂരമൊന്നുമല്ല കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 1.5 hours 2 hours പോയി കഴിഞ്ഞാൽ തമിഴ്നാടെത്തി. അപ്പം ഇന്ന് പോണത് ആണ്ടിയപ്പന്നൂർ ഡാം എന്ന് പേരുള്ള ഒരു ഡാമിലേക്കാണ്. ഈ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കൃഷ്ണഗിരിക്ക് അപ്പുറത്തായിട്ട് കിടക്കുന്ന ഒരു തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ളൊരു ഡാമാണ് ഈ ആണ്ടിയപ്പന്നൂർ ഡാം. ഇവിടുന്ന് സംതിങ് അറൗണ്ട് 175-180 കിലോമീറ്റേഴ്സ് എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. സോ ഇറ്റ്സ് ഗോണ ബി എ ഡീസൻറ്റ് ഡ്രൈവ്. അപ്പം സമയം ലേറ്റ് ആക്കുന്നില്ല, 8 മണി കഴിഞ്ഞു. ഫ്യൂലപ്പ് ഒക്കെ ചെയ്തു. ആസ് യൂഷ്വൽ ഞാൻ ഷെല്ലിൻ്റെ ആളായത് കാരണം, ഷെൽക്ക് ആത്മീയമായത് കാരണം ഷെല്ലിൽ നിന്ന് ഫ്യൂൽ ചെയ്യാറുള്ളൂ, എസ്പെഷ്യലി റൈഡ് പോകുമ്പോൾ. സോ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ചപ്പ് പോവാം. ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോകുന്ന എലവേറ്റഡ് ഹൈവേയിൽ കയറാൻ പോകണം കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എക്സിറ്റാണ് തമിഴ്നാട്ടിലേക്ക്, പിന്നെ നാട്ടിലേക്ക് അത് പാലക്കാട്, കോയമ്പത്തൂർ, സേലം, കൃഷ്ണഗിരി എല്ലാം ആ ഭാഗത്തേക്കൊക്കെ ഉള്ളൊരു എക്സിറ്റാണ് ഈ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണുന്നില്ല, ഇതൊരു എലവേറ്റഡ് ഹൈവേ ആണ്. എനിക്ക് തോന്നുന്നു 9 കിലോമീറ്ററോ മറ്റോ ആണ്. നോ ഡിസ്റ്റർബൻസസ്, ജസ്റ്റ് സ്ട്രെയിറ്റ് എലിവേറ്റഡ് ഹൈവേ. സോ ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവുന്നത് ബാംഗ്ലൂർ സിറ്റിക്ക് പുറത്താണ്. ടൗണൊക്കെ കഴിഞ്ഞിട്ടോ, ബാംഗ്ലൂർ സിറ്റി ലിമിറ്റ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തമിഴ്നാടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാണം ചെയ്യുകയാണ്. സമയം ഏകദേശം 8:30 കഴിഞ്ഞു. 8:30 കഴിഞ്ഞിട്ട് നോക്കിക്കുക, നല്ല തണുപ്പ്. സോ വിൻ്റർ ഹസ് കം അറ്റ് ലാസ്റ്റ് ഇൻ ബാംഗ്ലൂർ. ഏകദേശം നമ്മൾ ഹൊസൂർ കഴിഞ്ഞു കേട്ടോ. ഹൊസൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 കിലോമീറ്ററായി. ഇനിയുണ്ട് 100-110 കിലോമീറ്റർ അവിടത്തേക്ക് എത്താറായിട്ട്. ട്രാഫിക്കൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആയി. കണ്ട ഇതേപോലത്തെ ഓപ്പൺ റോഡ്സാണ്, അതുകൊണ്ട് ഞാൻ എവിടെ നിർത്തിയില്ല. ഏകദേശം 1.5 മണിക്കൂറായി ഞാൻ റൈഡ് ചെയ്യുന്നു. ഒരു ചായ പോലും, ഒരു ഷോട പോലും കുടിച്ചിട്ടില്ല ഇതുവരെ. റൈഡ് സൂപ്പറായി പോകുന്നു. ആ വെയിൽ കാണുന്നില്ലേ, ആ കാഴ്ചക്ക് മാത്രമുള്ള വെയിൽ, നല്ല തണുപ്പാണ്. നോക്കിയാ റോഡിൻ്റെ അപ്പുറത്ത് എന്തോ സാധനം വെച്ച പോലുണ്ട്, ഒരു മതിലൊക്കെ വെച്ച പോലുണ്ട് കാണാനായിട്ട്. മലകൾ സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. നമ്മൾ കൃഷ്ണഗിരി എന്നുള്ള ഡീവിയേഷൻ എടുത്തു കേട്ടോ. ഇനി നമുക്ക് 65 കിലോമീറ്റേഴ്സ് ടു ഗോ. 1.25 മണിക്കൂറാണ് കാണിക്കുന്നത്. ഈ ഹൈവേ എന്നൊക്കെ പറയുന്ന ഇതാണ് കേട്ടോ തമിഴ്നാട്ടിലെ ഹൈവേസ്. എൻ്റെ പൊന്നോ, രക്ഷയില്ല, പെർഫെക്റ്റ് ഹൈവേസ് എന്ന് പറയാം. അതിൻ്റെ കൂടെ നമ്മൾ ഈ വ്യൂവും കൂടി, അത് പോരെ പിന്നെ എന്താ മച്ചാനെ വേണ്ടത്. പെർഫെക്റ്റ്, ഓക്കെ അറ്റ് ഇറ്റ് വാസ്. ഫസ്റ്റ് ടീ ബ്രേക്ക് ആഫ്റ്റർ 2.5 hours ഫ്രം ബാംഗ്ലൂർ. ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഓരോ 1 hour ബ്രേക്ക് എടുക്കുന്നു. പക്ഷേ റോഡ്സ് വർ സോ ഗുഡ്, ബ്രേക്ക് എടുക്കാനേ തോന്നിയില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം തിരുപ്പത്തൂർ എത്താറായി കേട്ടോ. കാണുന്നില്ലേ, നല്ല ഹൈവേയും നല്ല വ്യൂവും, ഇപ്പം നല്ല വെയിലും. ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പ് തന്നെ ഏതൊക്കെയോ കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പോയി നോക്കാം എന്തായാലും. നമ്മൾ ഏകദേശം ഒരു റൈറ്റിൻ്റെ ഒരു 35 കിലോമീറ്ററിന് ബാക്കിയുള്ളൂ. ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടല്ലോ, പോകാൻ തോന്നിയില്ല. പക്ഷേ എന്തായാലേ, കംപ്ലീറ്റ് ഗ്രീനറി, എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗ്രീൻ. അതിൻ്റെ ഇടയ്ക്കൊരു നമ്മളെ സിയൂസ് ബൈക്കിന് പേരിടാമെന്ന് വിചാരിച്ചു. സിയൂസ് എന്ന് പേരിടാമെന്നാണ് വിചാരിച്ചിരിക്കണേ. ഹൗസ് ഇറ്റ്? 26 കിലോമീറ്റർ പോകാണ്ട് മംഗനൂർ. അടിപൊളി ക്ഷേത്രമല്ലേ നോക്കിയാൽ.
നമ്മളങ്ങ് തിരിച്ച് ഹൈവേയിൽ കയറി കേട്ടോ. നാഷണൽ ഹൈവേ 179A. ഷോർട്ട് റോഡ്സൊക്കെ കഴിഞ്ഞു. ഇനി 22 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. പുതുപ്പേട്ട റോഡ്. തിരുപ്പത്തൂർ ടൗണിലെത്തി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. തിരുപ്പത്തൂർ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. നല്ല തിരക്കുള്ള ഏതോ സ്ഥലത്തൂടെയാണ് നമ്മൾ പോകണത്. ചേട്ടാ ആണോ? വഴി വിടുങ്ക 5 കിലോമീറ്റർ കൂടി കാണിക്കുന്നത് 10 മിനിറ്റ്. ഓക്കെ, അത് ഏതാ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏലഗിരി ഹിൽസാണ് തോന്നുന്നു കാണുന്നതൊക്കെ. കാരണം ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഏലഗിരി. മേ ബി സംതിങ് അറൗണ്ട് 40-50 കിലോമീറ്റേഴ്സ് ഏലഗിരി ടൗണിലേക്ക് ഉണ്ടാകത്തുള്ളൂ. റോഡ് നേരത്തെ പറഞ്ഞ പോലെ മക്കൻ രക്ഷയില്ലാത്ത റോഡ്. അവിടെ എത്തിയേട്ടോ. കാണുന്നുണ്ടോ ഗേറ്റ്? അതാണ് ദങ്ങടേക്കുള്ള ഗേറ്റ്. പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, അടിപൊളി. നമ്മളങ്ങനെ ഉള്ളിൽ കയറി കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ജുറാസിക് പാർക്കിലെ എന്താ പറയുക അബാൻഡൻഡ് ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, അതേപോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. അന്നില്ല പിറകിൽ കാണിച്ചു തരാം, വൻ കോമഡിയാണ്. ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പിലായിട്ട് ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ പുറത്ത് കണ്ടപ്പോൾ ഭയങ്കര എംപ്റ്റിയായി തോന്നിയെങ്കിലും അകത്ത് ഭയങ്കര എൻഗേജിങ് ആണ് ആക്ച്വലി. ജുറാസിക് പാർക്കുണ്ട്, പിന്നെ സൂവിൻ്റെ മോഡൽസ് ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്കുണ്ട്. കുറച്ച് നേരം ഒന്ന് കറങ്ങി നടക്കട്ടെ എല്ലായിടത്തും. ഡാമിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പിൽവേൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റ് മാത്രമല്ല, ഡാമിന് ചുറ്റും നടക്കാനായിട്ട് ഓപ്പൺ സ്പേസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പറയ കാണുന്നില്ലേ, അവിടെയൊക്കെ നമുക്ക് പോവാം. വെയിലുണ്ട് പക്ഷേ ചൂടില്ല, കാരണം അല്ലേ കാറ്റടിക്കുന്നുണ്ട് ഫുൾ ടൈം. കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ആ സ്പിൽവേൻ്റെ അടുത്തെ വ്യൂ പോയിന്റിൽ പോയിട്ട് കുറച്ച് നേരം അതിൻ്റെ വ്യൂ എല്ലാം കണ്ട് ചിൽ ചെയ്യാം. നമ്മൾ താഴെ ഡാമിൻ്റെ സ്പിൽവേയിലേക്കാണുള്ളത് പോകുന്നത് കേട്ടോ. എല്ലാവരും ഫുൾ എൻജോയ്മെൻറ്റിലാണ് കേട്ടോ. ഭയങ്കര ഒരു പ്ലസൻറ്റ് ആംബിയൻസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം മോസ്റ്റ്ലി ഫാമിലീസാണ്, അലമ്പൊന്നുമില്ല, ഫുൾ ഓൺ എൻജോയ്മെൻറ്റ്. പിന്നെ നല്ല തണുപ്പ് വെള്ളം, പിന്നെ അഴുക്കൊന്നുമില്ല, ക്ലീൻ വാട്ടർ. ഏകദേശം ഒരു 1 hour കേട്ടോ. എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന്, ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്. ഏകദേശം 1 hour ആയി. 1 hour ഇവിടെ പോകാൻ തോന്നുന്നില്ല, കാരണം ഇത് രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സമയം 2 മണി കഴിഞ്ഞ് 3 മണിയാവാൻ പോകുന്നു. ഒരു ½ an hour അവിടെ ഉറങ്ങി, പിന്നെ അവിടെ ഇപ്പോൾ കുറേ കറങ്ങി, ഡാമിൻ്റെ അവിടെ പോയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇരുന്നു, വെള്ളത്തിൽ കുറച്ച് കളിച്ചു. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും, ഫ്രണ്ട്സിന്, കൊളീഗ്സിന്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ. പിന്നെ കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആസ് യൂഷ്വൽ കമൻറ്റ് ചെയ്യാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.